നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. മുന്നണികൾ വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? നിലമ്പൂരിലെ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പായിരിക്കും നടക്കാൻ പോവുക. അടുത്ത മാസമാണ്. അതിൻ്റെ തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മുന്നണികളൊക്കെ തന്നെ അണിയറയിൽ വേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത്. പിണറായി വിജയൻ്റെ ഈ ഒരു ഭരണകാലത്ത് അതെന്ന് പറഞ്ഞാൽ അത് സിറ്റിംഗ് സീറ്റുകളായിരുന്നു കോൺഗ്രസിൻ്റെ. അത് നിലനിർത്തി, അത്രയേ ഉള്ളൂ. പിന്നെ ഒരിടത്ത് മാത്രം അത് CPM-ൻ്റെ ആയിരുന്നു, അത് അവർ നിലനിർത്തി. അവിടെ എന്തെങ്കിലും CPM-ന് നഷ്ടം വന്നിരുന്നുവെങ്കിലാണ് ശരിക്കും അതിനകത്ത് ഇവിടെ പിണറായി കേൾക്കുന്ന ഒരടിയായിട്ട് മാറുന്നത്. അതായത് ചേലക്കരയിൽ. അല്ലാതെ നടന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പുതുപ്പള്ളിയിൽ. അത് നമുക്കറിയാം, ഒരു ഉമ്മൻചാണ്ടി വികാരം അവിടെ നിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉള്ളത്. പിന്നീട് നടന്നത്, അതിനു മുമ്പ് നടന്നത് തൃക്കാക്കരയായിരുന്നു. PT തോമസിൻ്റെ വേർപാടിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് അവിടെ മത്സരിച്ചത്. അത് വലിയ ആവേശമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. ഏത് വിധേനയും അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് LDF-ലെ എല്ലാവരും അവിടെ മണ്ഡലത്തിൽ കറങ്ങി എന്നുള്ളതാണ്. മന്ത്രിസഭ പോലും അവിടെ തന്നെ ആയിരുന്നു കൂടിയത്. അത്തരത്തിലുള്ള പ്രവർത്തനമാണ്. പക്ഷേ CPM സ്ഥാനാർത്ഥി അതൊരു സ്വതന്ത്രനെയാണ് നിർത്തിയത്. 8 നിലയിൽ പൊട്ടി. ആ ആളിൻ്റെ മേൽവിലാസം കൂടി ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ദയനീയമായ പതനമായിരുന്നു. അപ്പോൾ ഇവിടൊക്കെ, പിന്നെ പാലക്കാടും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. എന്നാലും CPM ഒന്ന് പൊരുതി നോക്കി. കോൺഗ്രസിൽ നിന്ന് ഇങ്ങോട്ട് വന്ന MLA സ്ഥാനാർത്ഥിയാണ് അങ്ങോട്ട് നിർത്തിക്കൊടുത്തത്. അപ്പോൾ എന്തായാലും ഇവർക്ക് കോൺഗ്രസിന് ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് പുതുപ്പള്ളിയിലുണ്ടായ ഒരു വികാരം, ഉമ്മൻചാണ്ടിയോടുള്ളൊരു വികാരം, പിന്നെ മറ്റൊന്ന് PT തോമസിനോടുള്ള ഇത്, പിന്നെ പാലക്കാട് അത് വേറൊരു തരത്തിലാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ചേലക്കരയിൽ CPM-ൻ്റെ ഭൂരിപക്ഷം കുറവാണ്. അത് കാരണം രാധാകൃഷ്ണന് കിട്ടിയതാണ്ട് 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഏതാണ്ടൊരു 10,000-ത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷം പറയുന്നു. പക്ഷേ അവിടെ BJP നന്നായിട്ട് വോട്ട് പിടിക്കുകയും ചെയ്തു. BJP-യിൽ നല്ല സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. ഇനിയിപ്പോൾ ഈ നിലമ്പൂര് CPM-ന് പിടിച്ചേ പറ്റുകയുള്ളൂ. കാരണം PV അൻവർ പിണറായി വിജയനെതിരെയുള്ള ഒരു കടന്നാക്രമണമാണ് നടത്തി. പിന്നീട് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ച് ഇപ്പോൾ തൃണമൂലിൽ ചേർന്നിരിക്കുകയാണ്. PV അൻവറിൻ്റെ അവിടെ UDF-നൊരു വിജയം ഉണ്ടായാൽ, എന്തായാലും PV അൻവർ മത്സരിക്കില്ല. അവിടെ UDF-നൊരു വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ PV അൻവറിന് അവിടെ ഒരു വലിയ മൈലേജ് തന്നെ കിട്ടും. UDF-ലേക്കുള്ള രംഗപ്രവേശവും സുതാര്യമാകും. ഇതുവരെയും UDF-ലേക്ക് പ്രവേശം വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ ആ വാതിൽ തുറന്നു കൊടുക്കാനുള്ള ഒരവസരമാണ് ഈ UDF-ൻ്റെ വിജയത്തിൽ ഉണ്ടായാൽ. കാരണം അൻവറാണല്ലോ ആ വഴി തുറന്നു കൊടുത്തതെന്നുള്ളതാണ്. പക്ഷേ ഇതേ അവസരത്തിൽ തന്നെ CPM ഏത് തരത്തിൽ മത്സരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നൊക്കെ അറിഞ്ഞിട്ട്, കാരണം അവിടെ എന്തായാലും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കലഹം നടക്കും. ഒന്ന്, ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു മതേതര സ്വഭാവമുണ്ട്. മുസ്ലിം സമുദായത്തിലുള്ള ആളായാലും ലീഗുമായിട്ടൊന്നും അത്ര യോജിപ്പിൽ പോയ വ്യക്തിയല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോലും യോഗ്യനായിട്ടുള്ള ഒരാളായിരുന്നു, ഒരു നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. 2011 അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുത്തനെ കുറച്ച സ്പോർട്സ് കൗൺസിലെ പ്രസിഡന്റ് ഷറഫ് അലി 11 ആണ് ഭൂരിപക്ഷം കുത്തനെ കുറച്ചത്. അദ്ദേഹം ഭൂരിപക്ഷം കുറച്ച തോമസ് മാത്യു, ഇങ്ങനെ ചിലരുടെ പേരുകൾ CPM പറയുന്നുണ്ടെങ്കിലും എന്തായാലും ഒരു സ്വതന്ത്രനെ ആയിരിക്കും നിർത്തുന്നത്. അവരത് തീർച്ചപ്പെടുത്തിയിട്ടില്ല. കാരണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നറിയട്ടെ. അത് ഒന്നുകിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത്, അതുപോലെ തന്നെ
ജോയി DCC പ്രസിഡന്റ് ജോയിയെ ഇറക്കാനുള്ള ഒരു താല്പര്യവും UDF കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരിലായിരിക്കും. ആര്യാടൻ ഷൗക്കത്തിന് മുമ്പ് മത്സരിച്ച് പരാജയമേ ഉണ്ടായിട്ടുള്ളൂ അവിടെ. പക്ഷേ ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെന്നും ആര്യാടൻ ഷൗക്കത്തിൻ്റെ അവിടുത്തെ പൊതുപ്രവർത്തനവും അദ്ദേഹത്തിന് അനുകൂല ഘടകമാണ്. UDFന് അവിടെ ആ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകൾ UDFന്റെ കൈവശമാണ്. പിന്നെ 2 പഞ്ചായത്തും നഗരസഭയും ഭരിക്കുന്നത് LDF ആണ്. 2021 PV അൻവറിന്റെ ഭൂരിപക്ഷം 2700 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. 2016 CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് PV അൻവർ അവിടെ മത്സരിക്കുന്നത്. 21 തെരഞ്ഞെടുപ്പിൽ, രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഈ 2700 ഭൂരിപക്ഷത്തിൽ ഒതുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ജോയി അവിടെ നിർത്താൻ ആഗ്രഹിക്കുന്ന കാര്യം, അവിടെ ഏതാണ്ട് ഒരു 20% ക്രൈസ്തവരുമുണ്ട്. പിന്നെ മുസ്ലിം വോട്ട് നന്നായിട്ടുണ്ട്. ലീഗ് ഇതിനകത്ത് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല, കാരണം അത് കോൺഗ്രസിൻ്റെ സീറ്റാണ്. പക്ഷേ ലീഗിൻ്റെയും PV അൻവറിൻ്റെയും ഒക്കെ നല്ല ഒരു പിൻബലം പിന്നെ അവിടെ കിട്ടിക്കഴിയുമ്പോൾ UDFന് വിജയസാധ്യതയുള്ള ഇടമാണ്. CPMന് എങ്ങനെയും വിജയിച്ചാൽ മതി, അഭിമാന പോരാട്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സ്വരാജിനെ ഏതാണ്ട് ഏറെ നാളുകളായിട്ട് അവിടെ നിർത്തിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് 1 മാസത്തിലധികമായിട്ട് നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDF വിജയിച്ചു കഴിഞ്ഞാൽ അൻവറിന് അതൊരു വലിയ നേട്ടം കൂടിയായിരിക്കും. അപ്പോൾ ഈ ജോയിയെ ഇറക്കുമ്പോൾ UDF കാണുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ക്രൈസ്തവര് ഇപ്പോൾ UDFൽ നിന്ന് അകന്നു പോകുന്നു എന്നൊരു വർത്തമാനം നിൽക്കുന്നുണ്ട്. ക്രൈസ്തവർക്ക് UDFനോട് വലിയ ആഭിമുഖ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ജോയിയുടെ വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രൈസ്തവരെ വേണ്ട തരത്തിൽ UDF കോൺഗ്രസ് പരിഗണിച്ചു എന്നുള്ള ഒരഭിപ്രായത്തിലേക്ക് വരും. അതുകൊണ്ട് ഒരുപക്ഷെ ജോയിക്ക് മുൻതൂക്കം കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് ഇത് എത്രത്തോളം അംഗീകരിക്കുമെന്നുള്ള അറിയത്തില്ല. കാരണം ഷൗക്കത്തിന് അവിടെ ഒരു വലിയ അടിത്തറയുണ്ട്. മുമ്പ് നിന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ എന്നാലും ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ എന്നുള്ള ഒരു മേൽവിലാസം ഇപ്പോഴും നിൽക്കുകയാണ്. പിന്നെ ഒരു പൊതുപ്രവർത്തകൻ, കലാരംഗത്ത് അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഷൗക്കത്ത്. അപ്പോൾ ആ ഒരു ലേബലും കൂടെ നിൽക്കുന്നത് കൊണ്ട് ഷൗക്കത്തിന് വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ അവൾ ചോദിക്കും BJP അവിടെ വലിയ നിർണായക ശക്തിയൊന്നുമല്ല. രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം നടക്കാൻ പോകുന്ന ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ഇവിടെ BJP ലക്ഷ്യം വയ്ക്കുന്നത് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള സ്ഥാനാർത്ഥിയായിരിക്കും. അപ്പോൾ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്കൊന്നും അവിടെ പോകത്തില്ല. ഇത് അവിടെ കോൺഗ്രസും UDF LDFും തമ്മിലുള്ള മത്സരമാണ്. UDF LDF ഉള്ള മത്സരം എന്നുള്ളതിനേക്കാൾ അൻവറും CPMും തമ്മിലുള്ള മത്സരമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം അൻവറിന് എങ്ങനെയെങ്കിലും CPMനെ അവിടെ പരാജയപ്പെടുത്തണം. CPM പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ അലതല്ലുന്നുണ്ട് എന്നുള്ള കൂടി തെളിയും. ഈ ഉപതെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. CPM വളരെ പതിയിരുന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവർക്ക് എങ്ങനെയും മണ്ഡലം നിലനിർത്തണം. അൻവറിന്റെ ഒരു സ്വാധീനത്തിലാണ് ഈ മണ്ഡലം. ഏറെക്കാലം കോൺഗ്രസിൻ്റെ ഇരുന്ന മണ്ഡലം തന്നെയാണ് പിന്നെ നിലമ്പൂര്. അപ്പോൾ അവിടെ പിന്നെ അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു പ്രത്യേക കരുത്താണ്. നിലമ്പൂരിലെ തേക്കിൻ്റെ കരുത്താണ് അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെയും കരുത്ത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.